ഖത്തറിലേക്ക് തൊഴിൽ തേടിപ്പോയ നമ്മുടെ കുറേ ആളുകൾ ഖത്തറിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുകയും അതുമൂലം ജയിലിലാകുകയും ചെയ്ത ഒരു വാർത്ത നമ്മളെല്ലാവരും കേട്ടു. നോക്കുക, നമ്മുടെ സഹോദരന്മാർക്ക് ഇത്രയും ബുദ്ധിയില്ലായ്മ എവിടെ നിന്ന് വരുന്നു? ഒരു രാഷ്ട്രത്തിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ ആ രാഷ്ട്രത്തിൻ്റെ നിയമം പാലിക്കൽ നമുക്ക് കടമയല്ലേ, നമ്മുടെ നിർബന്ധമല്ലേ? നമ്മുടെ നാട്ടിലെ പോലെയല്ല ഗൾഫ് രാഷ്ട്രീയ നിയമങ്ങൾ. ഇപ്പോൾ 50 അതിൽ കൂടുതലോ ആളുകളുണ്ട് എന്നാണ് കേൾക്കുന്നത്. അത്രയും വീടുകൾ ഒരു പക്ഷേ ഇനി പട്ടിണിയിലാവില്ലേ? ഭർത്താവില്ലാത്ത ഭാര്യമാർ, അമ്മ, അച്ഛൻ ഇല്ലാത്ത കുട്ടികൾ, മകനില്ലാത്ത മാതാപിതാക്കൾ. കാരണം ഇത് രാജ്യദ്രോഹ കുറ്റമാണ്. പെട്ടെന്ന് ഊരിപ്പോരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഖത്തറിലൊക്കെ നിയമം അനുസരിച്ച് വേണമെങ്കിൽ അവർക്കൊരു പക്ഷേ ഇനി പുറത്തിറങ്ങാൻ സാധിക്കാത്ത അവസ്ഥ ഉണ്ടാകും. മാത്രമല്ല, അവർ ചെന്ന് കാണാനോ മറ്റോ അന്വേഷിക്കാനോ ഒന്നും അവിടുത്തെ നിയമം അത് അനുവദിക്കുന്നതല്ല. ഇനിയിപ്പോൾ നമ്മുടെ ഇവിടുത്തെ MP-യോ MLA-യോ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ഒന്നും ഇടപെടാനും സാധ്യതയില്ല. കാരണം അതങ്ങനത്തെ കുറ്റമാണ്. ഒരാൾ കൊന്നാൽ തന്നെ അധികാരികൾ ഒരു പക്ഷേ ഇടപെട്ടേക്കാം. മയക്കുമരുന്നിൻ്റെ അവസ്ഥയിൽ തന്നെ അത് അറിയാതെയാണ്, നിരപരാധിയാണ് എന്നൊക്കെ പറഞ്ഞും കൊണ്ട് ആരെങ്കിലും ഒക്കെ ഇടപെടാം. ഒരു പക്ഷേ മുൻകാലഘട്ടങ്ങളിൽ ഗൾഫിലെ നാടുകളിലൊക്കെ അവർ അങ്ങനെ മാപ്പ് നൽകി വിട്ട ചരിത്രവുമുണ്ട്. നേരെ മറിച്ച് ഇത് രാജ്യദ്രോഹ കുറ്റമാണ്. മാത്രവുമല്ല, ഒരു പ്രത്യേക ടെൻഷനിൽ നിൽക്കുന്ന സമയമാണ്. ഖത്തറിൽ ഒരു യുദ്ധസമാനമായ അവസ്ഥയാണ്. അവിടെ ഇസ്രായേൽ കയറി ആക്രമിക്കുകയും ഇനിയും ഞങ്ങൾ ആക്രമിക്കുമെന്ന് പറയുകയും ചെയ്യുന്ന സമയത്താണ് ഇസ്രായേലിന് ശക്തമായ രീതിയിൽ പിന്തുണ കൊടുത്തുകൊണ്ട് അവിടെ നമ്മുടെ സഹോദരന്മാർ ഈ വക കാര്യങ്ങൾ ഇടപെടുന്നത്. എന്താണ് ഇവർക്ക് അതിൻ്റെ ആവശ്യം? ഇവർ ഇസ്രായേലിന് സപ്പോർട്ട് കൊടുത്താലും അല്ലെങ്കിൽ ഖത്തറിനെ എതിർത്താലും ശരി, അവിടെ പ്രത്യേകിച്ച് ഒന്നും നടക്കുകയില്ല. പിന്നെ നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്ക് അഭിപ്രായം പറയാം. ഇനി നമ്മുടെ നാട്ടിലാണെങ്കിൽ പോലും രാജ്യദ്രോഹം ഒരു നാടും അംഗീകരിക്കുന്ന കുറ്റകൃത്യങ്ങളല്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, രാജ്യദ്രോഹം അല്ലാത്ത കാര്യങ്ങൾക്കൊക്കെ തന്നെ എന്തെങ്കിലും ഓരോ ന്യൂനത പോയിന്റുകളൊക്കെ കണ്ടെത്തി എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടാൻ. നേരെ മറിച്ച് രാജ്യദ്രോഹം ഒരു രാഷ്ട്രവും അംഗീകരിക്കുന്നതല്ല. അതുകൊണ്ട് ഇന്നിപ്പോൾ മനസ്സിലാവുന്നത്, നമ്മുടെ യുവാക്കൾ ജോലി തേടി വിദേശത്തേക്ക് പോകുന്നുവെങ്കിൽ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റ് സ്ഥാപനങ്ങളോ അവർക്ക് അവിടുത്തെ നിയമങ്ങളനുസരിച്ച് ഒരു ക്ലാസ് കൊടുക്കേണ്ടതാണ്. അവർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള അറിവ് അവർക്ക് കൊടുക്കേണ്ടതാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ ഇനിയും പോകും, അവിടെ പോയി ഇങ്ങനെ കഷ്ടത്തിലാകും, ജയിലിലാകും. ഇവിടെ അവരുടെ ആശ്രിതരായ മാതാപിതാക്കളും ഭാര്യമാരും കുട്ടികളൊക്കെ നരകജീവിതം സഹിക്കേണ്ടിയും വരും. ആരും പെട്ടെന്ന് ഓടിച്ചെന്ന് ഇടപെടാവുന്നൊരു കേസല്ല ഇത്. അതുകൊണ്ട് വിദേശത്തേക്ക് പോകുന്ന ഓരോരുത്തരും സ്വന്തം സുരക്ഷ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കണം എന്നുള്ളതാണ് നമ്മുടെ ഇതിൽ നിന്ന് അനുഭവപാഠം.